എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്. ഇൻ ദി പിക്ചർ ബിലോ ദി മീഡിയൻസ് ഓഫ് ദി ട്രയാങ്കിൾ ഡിവൈഡ്സ് ഇറ്റ് ഇൻടു 6 സ്മോൾ ട്രയാങ്കിൾസ്. പ്രൂവ് ദാറ്റ് ഓൾ ദീസ് ട്രയാങ്കിൾസ് ഹാവ് ഈക്വൽ ഏരിയ. അതായത് മീഡിയൻസ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. മീഡിയൻസ് പറഞ്ഞാൽ എന്താ? വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനാണ്. അങ്ങനെ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ 6 ട്രയാങ്കിൾസ് ഇവിടെ കാണാം, ചെറിയ ട്രയാങ്കിൾസ്. ഈ 6 ട്രയാങ്കിൾസും ഒരേ ഏരിയ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. വി ഹാവ് ABC എന്ന ട്രയാങ്കിളില് 3 മീഡിയൻസ് വരച്ചു. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് G, സെൻട്രോയിഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ 6 ട്രയാങ്കിൾ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 6 ട്രയാങ്കിളും ഒരേ ഏരിയ എന്ന് പറയണം. ഓൾ ദീസ് ട്രയാങ്കിൾസ് ആർ ഓഫ് ഈക്വൽ ഏരിയ. അതാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നോക്കാം, നമുക്കത് എങ്ങനെ തുടങ്ങാൻ നോക്കി. നമ്മൾ പറഞ്ഞു അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? മീഡിയൻ വരച്ചു കഴിഞ്ഞാൽ ആ മീഡിയൻ ട്രയാങ്കിളിനെ 2 ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളിന്റെ ബേസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ വെർട്ടെക്സിൽ നിന്ന്, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ബേസിനെ ഡിവൈഡ് ചെയ്യുന്ന അതേ റേഷ്യോ തന്നെയായിരിക്കും അതിൻ്റെ ഏരിയയും ചെയ്യുക. അതായത് ഏരിയാസ് ഓഫ് ദി ട്രയാങ്കിൾ ആർ പ്രൊപ്പോർഷണൽ ടു ദർ ബേസസ് ദി ഓൾട്ടിറ്റ്യൂഡ് ഈസ് സെയിം. അപ്പോൾ ആ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇവിടെ ഏരിയ ABQവും ഏരിയ ACQവും, അതായത് മീഡിയൻ AQ എന്ന് പറയുന്ന മീഡിയൻ ആണ്. മീഡിയൻ ഡിവൈഡ്സ് ട്രയാങ്കിൾ ഇൻടു 2 ഈക്വൽ ഏരിയ. കാരണം ബേസ് ഈക്വൽ ആണ്. ബേസ് ഈക്വൽ ആകുമ്പോൾ ഏരിയയും ഈക്വൽ ആകും, കാരണം ഓൾട്ടിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ മീഡിയൻ AQ ഡിവൈഡ്സ് ദിസ് ട്രയാങ്കിൾ ഇൻടു 2 ഈക്വൽ ഏരിയ. സോ ABQ ഈക്വൽ ടു ഏരിയ ACQ. ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, ഈ ACQ എന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ CG എന്ന ഒരു വര വരയ്ക്കുമ്പോൾ 2 ട്രയാങ്കിൾ ആയിട്ട് വിഭജിക്കുമല്ലോ. അതായത് AGC എന്ന ട്രയാങ്കിളും CGQ എന്ന ട്രയാങ്കിൾ. അപ്പൊ അതിന്റെ ഈ സെൻട്രോയിഡ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ റേഷ്യോ 2:1. അപ്പൊ AG:GQ എന്ന് പറയുന്നത് 2:1 ആണ്. ബിക്കോസ് സെൻട്രോയിഡ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ റേഷ്യോ 2:1. AG:GQ 2:1. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ AGC ഏരിയ ഓഫ് ട്രയാങ്കിൾ CGQ എന്തായിരിക്കും? അതും 2:1 ആയിരിക്കും. AGC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും CGQ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ, അതിന്റെ ബേസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് 2:1. അപ്പൊ എന്താ അതിന്റെ മീനിങ്? ഈ ഏരിയ 2x ആണെങ്കിൽ ഈ ഏരിയ x ആയിരിക്കും. അതായത് AGC എന്ന് പറയുന്ന ഏരിയ 2x എടുത്താൽ CGQ എന്ന് പറയുന്ന ഏരിയ x ആവും. കാരണം ഇത് 2:1 ആണ്. അപ്പൊ ഇത് 2x ആകുമ്പോൾ ഇത് x ആയിരിക്കും. അപ്പോഴാണ് 2:1 വരുന്നുള്ളൂ. ഇനി നോക്കിക്കേ, ഇവിടെ GR എന്ന് പറയുന്ന വര ഈ ട്രയാങ്കിളിന്റെ ഒരു മീഡിയൻ ആണ്. GR ഈസ് ദി മീഡിയൻ ഫോർ ട്രയാങ്കിൾ AGC. കാരണം R മിഡ് പോയിന്റ് ആണ്. അപ്പൊ GR ഡിവൈഡ്സ് ദിസ് ട്രയാങ്കിൾ ഇൻടു 2 ഈക്വൽ ഏരിയ. അതായത് AGR എന്ന് പറയുന്ന ഏരിയയും CGR എന്ന് പറയുന്ന ഏരിയയും ഈക്വൽ ആയിരിക്കും. കാരണം മീഡിയൻ ഡിവൈഡ്സ് ട്രയാങ്കിൾ ഇൻടു 2 ഈക്വൽ ഏരിയ. അപ്പൊ ഏരിയ AGR ഈക്വൽ ടു ഏരിയ CGR. അപ്പൊ ഇത് 2 ഈക്വൽ ആകുമ്പോൾ ഇത് മൊത്തം 2x ആണ്. അപ്പൊ ഇത് x ആവും, ഇത് x ആവും. ശരിയല്ലേ? അപ്പോ ഈച്ച്, അതായത് AGRഉം ഏരിയ CGRഉം x വീതമാവും. അപ്പൊ ഇത് x, ഇത് x, ഇത് x. ഇനി നോക്കുക, ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാല്, അതായത് GBC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാല് GQ എന്ന് പറയുന്നത് അതിന്റെ ഒരു മീഡിയൻ ആണ്. ഈ BGC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ മീഡിയൻ ആണ്. മീഡിയൻ ഡിവൈഡ്സ് ട്രയാങ്കിൾ ഇൻടു 2 ഈക്വൽ ഏരിയ. അപ്പൊ ഇത് x ആയതുകൊണ്ട് ഇത് തന്നെയായിരിക്കും, x തന്നെയായിരിക്കും. അപ്പൊ GBQവും GCQവും ഈക്വൽ ആണ്, x ആണ്. കാരണം ഇത് x എന്ന് എടുത്തോണ്ട് ഇത് x ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ട ABGയും GBQവും അതും 2:1 എന്ന റേഷ്യോ. അപ്പൊ ഇത് x ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? അതിന്റെ ഏരിയ, അതായത് ABG എന്ന് പറയുന്നതിന്റെ ഏരിയ 2x ആയിരിക്കും. കാരണം ഇത് 2:1 ആണ്. ഇത് x ആവുമ്പോൾ ഇത് മൊത്തം 2x ആയിരിക്കും. ഇത് മൊത്തം 2x ആകുമ്പോൾ ആദ്യത്തെ പോലെ തന്നെയല്ലേ, GP മീഡിയൻ ആണല്ലോ. മീഡിയൻ ഡിവൈഡ്സ് ട്രയാങ്കിൾ ഇൻടു 2 ഈക്വൽ ഏരിയ. അപ്പൊ ഇതും x വീതം വരും. കാരണം ഇത് 2x ആവുമ്പോൾ ഇത് x. അപ്പൊ നോക്കിക്കേ,
എക്സ് 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 എല്ലാത്തിൻ്റെ ഏരിയ എക്സ് വീതം. അപ്പോൾ ഓൾ ദീസ് സ്മോൾ ട്രയാങ്കിൾസ് ആർ ഓഫ് ഈക്വൽ ഏരിയ. അപ്പോൾ സോ ഏരിയ എ ജി പി ഈക്വൽ ടു ഏരിയ ബി ജി പി ഈക്വൽ ടു എ ജി പി എന്ന് പറയുന്നത് എ ജി പി ഈക്വൽ ടു ബി ജി പി ഈക്വൽ ടു ജി ബി ക്യു ഈക്വൽ ടു ജി ക്യു സി ഈക്വൽ ടു ആർ ജി സി ഈക്വൽ ടു എ ജി സി ആർ. അപ്പോൾ ഈ 6 ട്രയാങ്കിളും ഒരേ ഏരിയ ഉള്ള ട്രയാങ്കിളാണ്. ക്ലിയർ ആയല്ലോ? മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചോദ്യം. ഇൻ ദി ഫിഗർ ജി ഈസ് ദി സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ്. പ്രൂവ് ദാറ്റ് 3 സ്മോൾ ട്രയാങ്കിൾസ് ആർ ഓഫ് സെയിം ഏരിയ. അവിടെ 3 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ട്രയാങ്കിളും ഒരേ ഏരിയ എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്കിതും ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഈ 3 മീഡിയനും ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് ഈ വെർട്ടെക്സിൽ നിന്ന് വരച്ചിരിക്കുകയാണ്, ലൈൻ വരച്ചിരിക്കുകയാണ്. അപ്പൊ 3 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ 3 ട്രയാങ്കിൾസും ഒരേ ഏരിയ എന്ന് പറയും. അപ്പൊ അതിന് ഒരു എളുപ്പ വഴി പറയാം. ആദ്യം ഈ എ ജി എന്ന വര ഒന്ന് നീട്ടി വരയ്ക്കാം. കണ്ടോ? ജി ഡി അങ്ങോട്ട് നീട്ടി. അപ്പൊ ഇത് മീഡിയൻ ആയതുകൊണ്ട് ഡി മിഡ് പോയിന്റ് ആണ്. അപ്പൊ മീഡിയൻ എ ഡി ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എ ഡി സി എന്ന ട്രയാങ്കിളും എ ബി ഡി എന്ന ട്രയാങ്കിളും ഈക്വൽ ഏരിയ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ എ ജി ഈസ് ടു ജി ഡി 2:1 ആണ്. ഏരിയ എ ബി ഡി ഈക്വൽ ടു ഏരിയ എ ഡി സി നമ്മൾ പറഞ്ഞു, ഇത് രണ്ട് ഈക്വൽ ആണ്. എ ജി ഈസ് ടു ജി ഡി 2:1. എ ജിയും ജി ഡിയും 2:1 ആണ്. എന്ന് പറയുന്ന അർത്ഥം ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മളുടെ റേഷ്യോ 2:1 ആണ്. അപ്പോൾ ഇത് 2x ആണെങ്കിൽ ഇത് എത്ര വരും? Areas of triangles are proportional to their bases. അതായത് AG is to GD 2:1 ആയതുകൊണ്ട് ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. അപ്പൊ ഇത് 2x ആണെങ്കിൽ ഇത് x ആയിരിക്കും. ഏരിയ ഓഫ് AGD അത് നമ്മൾ പറഞ്ഞു, ഏരിയ 2:1 ആണ്. അപ്പോ AGCയുടെ ഏരിയ 2x എടുത്താൽ ഇതിന്റെ ഏരിയ x ആയിരിക്കും. കാരണം ഇത് 2:1 എന്ന റേഷ്യോയിലാണ്. അപ്പൊ ഈ ഏരിയ 2x എടുത്താൽ ഈ ഏരിയ x ആയിരിക്കും. ഇനി നോക്കുക, ഇത് ജി ഡി എന്ന് പറയുന്ന മീഡിയൻ, ഈ ചെറിയ ട്രയാങ്കിളിന്റെ ജി ഡി ഈസ് ദി മീഡിയൻ ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ ജി ബി സി. സോ ദിസ് ഏരിയ ആൻഡ് ദിസ് ഏരിയ ആർ ഈക്വൽ. കാരണം മീഡിയൻ ഡിവൈഡ്സ് ദി ട്രയാങ്കിൾ ഇൻടു 2 ഈക്വൽ ഏരിയ. സോ വി ഹാവ് ജി ബി ഡി ഓൾസോ എക്സ്. അപ്പൊ ഇത് എക്സ് ആയതുകൊണ്ട് ഇത് എക്സ് ആയി. കാരണം ഇത് മീഡിയൻ എത്ര എടുത്തു കഴിഞ്ഞാൽ ജി ഡി എന്ന് പറയുന്നത് കൊച്ചു ട്രയാങ്കിളിന്റെ മീഡിയൻ ആണ്. ഇനി നോക്കുക, ഇത് എക്സ് ആകുമ്പോൾ ഇത് എത്ര വരണം? കാരണം ഇത് 2:1 എന്ന റേഷ്യോ അല്ലേ. അപ്പോ ജി ഡി മീഡിയൻ ആയതുകൊണ്ട് എന്ത് വരും? ഇതും 2x വരും. കാരണം ഇതിന്റെ ഇരട്ടി വരണം ഇത്. കാരണം ഇത് 2:1 ആയതുകൊണ്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും 2:1 ആണ്. ഇത് x ആകുമ്പോൾ ഇത് 2x. അപ്പൊ നോക്കിക്കേ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ 2x, ഈ ട്രയാങ്കിളിന്റെ ഏരിയ 2x, ഈ ട്രയാങ്കിളിന്റെ ഏരിയ x + x 2x. അപ്പൊ 3 ട്രയാങ്കിളും ഒരേ ഏരിയ ഉള്ളതായല്ലോ. അപ്പോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളായില്ലേ?